എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം. മീൻകറി എന്ന് പറയുന്നത് നെയ്മീൻ കൊണ്ടാണ്. നെയ്മീൻ 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്ത് നമ്മൾ ഒന്ന് പൊടിയാതെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം നമ്മളിത് മീൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്, വറുത്ത മീൻ കറി വെക്കുന്നതാണ്. അങ്ങനെ വെച്ചാൽ ഈ മീനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഈ മീനല്ല, നമ്മളെല്ലാ മീനും അങ്ങനെ വെക്കാം. പക്ഷേ മത്തിയും നമ്മുടെ അയിലയും മാത്രം നമുക്കങ്ങനെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കറിയില്ല. നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതങ്ങോട്ട് ചട്ടിയിലോട്ട് നമുക്ക് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി വേണ്ട, കുറേശ്ശെ മതി, കുറേശ്ശെ എണ്ണ മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോവണ്ട. നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ അത്രയും വേണ്ട, കുറച്ച് നമ്മൾ വറുത്തെടുക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ പിന്നീട് അത് കറി വെക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറേശ്ശെ പെറുക്കിയിടുക. ഇതൊന്ന് മുരിഞ്ഞ് വരുന്നിടം, ഒത്തിരി മുരിയണ്ട, നമുക്ക് കോരിയെടുക്കാം. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാറുള്ള ആരും, വീഡിയോ കുറച്ച് പേര് കാണുന്നുണ്ട് കേട്ടോ, കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്ന ആരും ലൈക്ക് ചെയ്യത്തുമില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അത് എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിനി കുറേശ്ശെ എടുത്ത് മാറ്റി വെച്ച് ബാക്കിയും കൂടെ ഞാൻ അതിലോട്ടിട്ട് കേട്ടോ, അതേ എണ്ണയിലോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി ഒന്നും മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, പൊടിഞ്ഞു പോവാതിരിക്കുക വേണ്ടി. ഇത് നമ്മൾ മൂത്ത അതേ എണ്ണ തന്നെ ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ച്, വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഓയിലും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കേട്ടോ മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. എണ്ണ നന്നായി ചൂടായപ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ഉലുവായും കൂടി ചേർക്കാം. ഉലുവായും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് മീൻകറി വെച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഒരു മീൻകറി കേട്ടോ. 2-3 ദിവസം ഇത് കേടാകാതിരിക്കും. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 20 ചെറിയ ഉള്ളി, അരിഞ്ഞിട്ടല്ല ചതച്ചാണ് ചേർക്കുന്നത്. ഒരു 20 ചെറിയ ഉള്ളി എടുത്ത് ഞാൻ ചതച്ചിട്ടുണ്ട്. ഒന്ന് ചതച്ച്, അത്രയേ ഉള്ളൂ, ചതച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ ഒരു വലിയ കഷ്ണം. വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ വറുത്ത് കറി വെക്കുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും ആകത്തില്ല കേട്ടോ, എണ്ണയൊന്നും വേണ്ട, കുറച്ചെണ്ണ മതി. വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ കറി ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ പിന്നെ വെക്കുകയുള്ളൂ. ഇതിലോട്ട് ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർക്കുമ്പം ക്യാമറ ഓഫായി പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാഞ്ഞ്. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അതൊരു ബൗളിലെടുത്തിട്ട് അതിലൊരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്തൊന്ന് ഒരു കുഴമ്പ് രൂപമാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്ന എണ്ണയിലോട്ട്. നേരിട്ട് മുളക് പൊടി എണ്ണയിലോട്ട് ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട്, കുറച്ച് കട്ടി, നല്ല തിക്കായിട്ടുള്ള ചാറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ ഞാൻ കുടംപുളി തിളപ്പിച്ചാണ് വെച്ചത്, ഉപ്പും കൂടി ഇട്ട് കുടംപുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചത്. അത് കുറച്ചൊഴിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് പുളി നോക്കിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടുക. നമ്മൾ ഇനി അതിലോട്ട് പുളി പറക്കിയിട്ട് കൊടുക്കുകയാണ്. പുളി നന്നായിട്ടൊന്ന്, നമ്മുടെ ആവശ്യത്തിന് പുളി കേട്ടോ, ഇവിടെ കുറച്ച് പുളി വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളവും അതിന് ചേരുന്ന പുളിവെള്ളമാണ് ചേർത്ത്, അല്ലാത്ത മറ്റുള്ള വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കും. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ നമുക്കതിലോട്ട് പെറുക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ വെള്ളം, മീനിൻ്റെ ചാറ് ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ കറി. നമുക്ക് കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ടിട്ടില്ല, നമ്മൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പൊന്ന് നോക്കുക. എനിക്കൊരു ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ അതിലോട്ടൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ മെല്ലെ മെല്ലെ കഷ്ണങ്ങളിടുക. പിന്നെ ഒന്നിച്ചിട്ടിട്ട് അങ്ങ് ഇളക്കണ്ട, സൈഡിലായിട്ടിട്ട് കൊടുക്കുക.
സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ചുറ്റിക്കുക കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഇളക്കണ്ട, തവി കൊണ്ട് നമ്മളിനി തവി അതിൽ തൊടണ്ട. തവി തൊട്ടാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോവും. പ്രത്യേകിച്ച് നെയ്മീനായതുകൊണ്ട് പെട്ടെന്ന് ഇതായി പോവും. നമുക്കിനി ഒന്ന് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് പറ്റണം. നമുക്കൊന്ന് ചുറ്റിച്ച് ഇനി അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം നന്നായി പാകമായിട്ടുണ്ട്. നോക്കിയാൽ കണ്ട നമ്മുടെ കറി നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ എനിക്ക് ചാറൊക്കെ നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതോട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമുക്ക് പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കപ്പയുടെ കൂടിയോ ചോറിൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് ഈ കറി. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾ കമൻറ്റ് എന്ത് തന്നെ ആയാലും ഞങ്ങളെ ഒന്ന് അറിയിക്കുക. അപ്പോഴല്ലേ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ആയത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഒന്നുകൂടെ ആദ്യം പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ കറി നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നോക്കിയേ. ഇനി നമ്മളിത് കപ്പയുടെ കൂടെ, ഞാൻ കപ്പയുടെ കൂടെ ആട്ടോ ഇത് എടുത്തത്. കപ്പയുടെ എന്തിൻ്റെ കൂടെ നമുക്കിത് നല്ലതാട്ടോ. അത് കറി റെഡി ആയിട്ടുണ്ട്.